Good afternoon. Okay, good afternoon. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? വായിച്ചു നോക്കിയോ? എത്ര പേര് വായിച്ചു നോക്കി? തമ്പിട്ടെ നോക്കട്ടെ, വായിക്കുന്നുണ്ടോ നോക്കട്ടെ നിങ്ങള്. കുറച്ചു പേരൊക്കെ ഇവിടെ തമ്പ് കാണിക്കുന്നുണ്ട്. ബാക്കിയുള്ളവര് വായിക്കാഞ്ഞിട്ടാണോ അതോ തമ്പ് ചെയ്യാൻ മടിയായിട്ടാണോ? രണ്ടു ദിവസമൊക്കെ അവധി ഉണ്ടായിരുന്നല്ലോ നമുക്ക്. സാറ്റർഡേ സൺഡേ ഒക്കെ അവധി അല്ലായിരുന്നോ? അപ്പൊ നമ്മൾ അവധിയൊക്കെ കിട്ടുമ്പോ കൂടുതൽ ഒന്നുകൂടി എല്ലാം എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പൊ ഏതാ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ ലാസ്റ്റ് നമ്മൾ പർച്ചേസിങ് പ്രൊസീജിയർ അവിടെ 2 പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നേ അല്ലേ? ഫസ്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു, നോട്ട് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ പർച്ചേസ് റിക്വസിഷൻ ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. പർച്ചേസ് റിക്വസിഷൻ ഇത് ബിനോയ് ഇല്ലേ ക്ലാസ്സില്? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു. ഓക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നോക്കിയേ, പർച്ചേസ് റിക്വസിഷൻ received from user department to the purchasing department. പർച്ചേസ് റിക്വസിഷൻ എവിടുന്ന? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. ഓക്കെ കേട്ടോ? പർച്ചേസ് റിക്വസിഷൻ നോക്കിയേ, റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസ് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറിയാത്ത റേഡിയോളജി അവിടുത്തെ ഏതെങ്കിലും മെറ്റീരിയൽസ് ഏതെങ്കിലും സ്കാനറോ അല്ലെങ്കിൽ എക്സ്റേ മെഷീനോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആവശ്യം, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ കഴിഞ്ഞ നെറ്റ് സ്ലോ ആണോ? ഓക്കെ, മഴയായതുകൊണ്ടായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞ എക്സാമിന് ഇതേ സെയിം സെന്റൻസ് തന്നെ ചോദിച്ചായിരുന്നു കേട്ടോ. പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ഡാഷ് എന്നായിരുന്നു തന്നേക്കുന്നത്. അവിടെ ഡാഷ് ആയിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആരാ പർച്ചേസ് റിക്വസിഷൻ വാങ്ങുന്ന? ആരാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്വസിഷൻ വാങ്ങുന്നത്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മെറ്റീരിയൽസ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അതിന്റെ റിക്വസിഷൻ, പർച്ചേസ് റിക്വസിഷൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അത് വാങ്ങുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് ദ മെറ്റീരിയൽ. എന്ത് സംബന്ധിച്ചാ നോക്കിയേ? മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി എത്ര മെറ്റീരിയൽസ് വേണം അതുമായിട്ട് ബന്ധപ്പെട്ട് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഏത് മെറ്റീരിയൽ ആണെന്ന് സ്പെസിഫൈ ചെയ്യണം. Then date in which the item should be received. നമുക്ക് ആ ഐറ്റം ലഭിക്കേണ്ട തീയതി എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് റിക്വസിഷൻ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? എന്തൊക്കെയായിട്ട്? ക്വാണ്ടിറ്റി ഓഫ് ദ മെറ്റീരിയൽ, സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ, ഡേറ്റ് ഇൻ വിച്ച് ദ ഐറ്റം ഷുഡ് ബി റിസീവ്ഡ്. ആ റിസീവ് ചെയ്യുന്ന ഐറ്റം, നമുക്കത് ഐറ്റം ലഭിക്കേണ്ട തീയതി എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. നോക്കിയേ, നെക്സ്റ്റ് വൺ, പർച്ചേസ് എൻക്വയറി ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. അപ്പൊ പർച്ചേസ് എൻക്വയറി എവിടേക്ക് കൊടുക്കുന്നത്? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക്. കുറെ സപ്ലയർമാരുണ്ടായിരിക്കുമല്ലോ, ആ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന കുറെ സപ്ലയർമാരുണ്ടാവും. അപ്പൊ അവരിലേക്ക് പർച്ചേസ് എൻക്വയറി നടത്തുന്നു. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. Then it includes അതിനകത്ത് lead time, quantity, then specification. അത് നമുക്ക് അത് എത്ര ടൈം കൊണ്ട് എത്തും? പല സപ്ലയർമാരുടെ ഇത് നോക്കണം. അപ്പൊ അവർ ഇത്ര ടൈം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആദ്യം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇത്ര ടൈം നമ്മൾ നോക്കണം. ലീഡ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ആ മെറ്റീരിയൽ എത്തിക്കാൻ വേണ്ടി വരുന്ന സമയം, അതിന്റെ ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് എൻക്വയറി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക് ഒരു എൻക്വയറി നടത്തുന്നു. Then നെക്സ്റ്റ് തേർഡ് നോക്കിയേ, കൊട്ടേഷൻ ഫ്രം സപ്ലയർ. എന്നിട്ട് സപ്ലയറിൽ നിന്നും കൊട്ടേഷൻസ് വാങ്ങുന്നു ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. ഫ്രം കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ചോദിക്കാം, കൊട്ടേഷൻ ഫ്രം സപ്ലയർ ടു
പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സപ്ലയറിൽ നിന്ന് തിരിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കുന്നു. ഇൻക്ലൂഡ് ദ പ്രൈസ് ഓഫ് മെറ്റീരിയൽ, ക്വാണ്ടിറ്റി, പ്രൈസ് ഓഫ് മെറ്റീരിയലിന്റെ പ്രൈസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്ന ഒരു കൊട്ടേഷൻ സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊട്ടേഷൻസ് വെക്കൂലേ, നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ വിൽക്കാനോ അല്ലെങ്കിൽ നമ്മൾ മേടിക്കുകയോ ചെയ്യുമ്പോൾ കൊട്ടേഷൻസ് വെക്കും. അപ്പൊ അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയത് ഏതാണ്, കംഫർട്ട് ആയത് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പൊ പൈസ കുറവിന് കിട്ടുന്നത് ഏതാണ്, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അത് അപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ, നമ്മൾ അതിന്റെ മെറ്റീരിയലിന്റെ പ്രൈസും അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഉൾപ്പെടുന്ന ഈ കൊട്ടേഷൻസ് സപ്ലയറിൽ നിന്ന് തിരിച്ച് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. സപ്ലയറിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊട്ടേഷൻസ് കൊടുക്കും. ദെൻ ഡി നോക്കിയേ, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. പല പല കൊട്ടേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അതിൽ ഏറ്റവും സ്യൂട്ട് ആയത് ഏതാണ് അതല്ലേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്, പല കൊട്ടേഷൻസ് കമ്പയർ ചെയ്യുന്നു. Then okay, next purchase order. Purchase order എന്ന് പറഞ്ഞ എന്താ, ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്, ലീഗൽ ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് ഡി ആണ്. ഡി എന്ന് പറഞ്ഞ എന്താ, സഫീർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആ കൊട്ടേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. പല പല കൊട്ടേഷൻസ് ഉണ്ടാവുന്നു, പല സപ്ലയർമാരിൽ നിന്നുള്ള പല കൊട്ടേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. ഓക്കെ, അതിൽ ഏറ്റവും സ്യൂട്ട് ആയത് ഏതാണ് അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്, കമ്പയർ ഡിഫറെന്റ് കൊട്ടേഷൻസ്. നോക്കിയേ, നെക്സ്റ്റ് ഏതാ, പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിക്കാം, ഡാഷ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ബിറ്റ്വീൻ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റും സപ്ലയറും തമ്മിൽ സൃഷ്ടിച്ച ഒരു നിയമരേഖയാണ്, ലീഗൽ ഡോക്യുമെന്റ്, ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ദ പർച്ചേസ് ഓർഡർ ഈസ് എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് ബൈ ദ ബയർ. അണ്ടർലൈൻ ചെയ്തിട്ടോ സെന്റൻസ്. പർച്ചേസ് ഓർഡർ ഈസ് എ ഡോക്യുമെന്റ്. ഹു ക്രിയേറ്റ്, ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്, ബയ്യർ. ബയ്യർ, വാങ്ങുന്ന ആള് സൃഷ്ടിച്ച ഒരു ഇതാണ്, ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. വാങ്ങുന്ന ആള് സൃഷ്ടിച്ച ഒരു രേഖയാണ്, ബയ്യർ സൃഷ്ടിച്ച. നമ്മളല്ലേ ഓർഡർ കൊടുക്കുന്നത്, അപ്പൊ വാങ്ങുന്നത് ആർക്കാണോ അത് ആവശ്യം, ആ മെറ്റീരിയൽ ആരാണോ അവര് സൃഷ്ടിച്ച ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് ദ സർവീസ് serves the purpose of ordering goods from the supplier. എന്താണ്, വിതരണ, ആ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനുള്ള ആ ഒരു ഉദ്ദേശം, അതാണ് ആ പർച്ചേസ് ഓർഡറിന്റെ എന്താ പറയാ, അതിന്റെ ആ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്, ആ സപ്ലയറിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നതിനുള്ള ഉദ്ദേശം നിറവേറ്റുന്നു. നമ്മൾ ഓർഡർ ചെയ്യാറില്ലേ, നിങ്ങൾ ഓർഡർ ചെയ്യാറില്ലേ, ഓൺലൈനായിട്ട് ഓരോ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നില്ലേ, അതേക്കെ പോലെ തന്നെ. അപ്പൊ നമ്മളും ജോബിങ് കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളും നമ്മൾ ബയ്യർ, നമ്മളല്ലേ വാങ്ങുന്നത്, സപ്ലയറും തമ്മിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, എവരി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ. ഇനി ആ പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെ ഉണ്ടാവണം, കറക്റ്റ് ഡേറ്റ്, ഏതാണോ നമുക്ക് കിട്ടേണ്ടത് ആ ഡേറ്റ് പറയണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പേര്, അഡ്രസ്, കറക്റ്റ് അഡ്രസ് വേണം. ആൻഡ് സപ്ലൈസ്, എന്തൊക്കെ സപ്ലൈകളാണ് വേണ്ടത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങളുടെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ. ദെൻ പ്രൈസ് ഓഫ് ദ ഐറ്റം, ഓരോ ഐറ്റത്തിന്റെ പ്രൈസ്. ദെൻ ഓർഡർ നമ്പർ, ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ക്യാഷ് ആണോ ക്രെഡിറ്റ് പർച്ചേസ് ആണോ. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ കൊടുക്കുന്ന, കടമായിട്ട് കൊടുക്കുന്നതാണ് ക്രെഡിറ്റ് പർച്ചേസ്. പിന്നെ പേ ചെയ്യാം എന്നുള്ള നിലയിൽ ക്യാഷ് ഓർ ക്രെഡിറ്റ്. മോഡ് ഓഫ് പേയ്മെന്റ്, പേയ്മെന്റ് എങ്ങനെയാ, ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ കൊടുക്കുന്നത്. ആൻഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ ഓതറൈസ്ഡ് പേഴ്സൺ. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് ഓർഡറിൽ ഇതെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു പർച്ചേസ് ഓർഡർ ബയ്യർ കൊടുക്കുക ചെയ്യുന്നത്. Then it is a document created by the buyer. അവിടെ ചോദിക്കാം, who create the purchase order? ആരാ, ബയ്യർ, വാങ്ങുന്ന ആള് സൃഷ്ടിച്ച ഒരു രേഖയാണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി പർച്ചേസ് ഓർഡറിൽ എന്തൊക്കെയാ ഉള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഇൻക്ലൂഡ്, എന്തൊക്കെയുണ്ട് അതിനകത്ത്, എവരി പർച്ചേസ് ഓർഡർ ഷുഡ് കണ്ടെയ്ൻ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ.
contain the correct date, name and the address of the hospital and the supplies, description of goods, price of items, order number, terms and conditions, mode of payment and the signature of the authorized person. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു purchase order buyer create ചെയ്യും. Okay, then next invoice or bill. ഈ bill ആരാ കൊടുക്കുന്നേ? The invoice is created by the supplier. Who create invoice? Invoice അല്ലെങ്കിൽ bill ആരാ കൊടുക്കുന്നേ? Supplier അല്ലേ? നമുക്ക് ബില്ല് തരുമ്പോഴല്ലേ നമ്മൾ അതിന് പേയ്മെന്റ് കൊടുക്കുന്നേ അല്ലേ? നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തു, അത് വന്നു, അതിന്റെ ബില്ല് നമുക്ക് തരുമ്പോൾ ആ ക്യാഷ് നമ്മൾ അത് പേയ്മെന്റ് ചെയ്യും അല്ലേ? അങ്ങനെയല്ലേ? ഗൂഗിൾ പേ ആയിട്ടോ ക്രെഡിറ്റ് ക്യാഷ് ആയിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ അത് പേയ്മെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞിരുന്നത് എപ്പോഴാ ഇൻവോയ്സ് ഓർ ബില്ല്. The invoice is created by the supplier. Supplier create ചെയ്യുന്നതാണ് ഇൻവോയ്സ്. അണ്ടർലൈൻ ചെയ്തിട്ടോ അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. The invoice is created by the supplier and shows how much the buyer required to pay for goods bought from the supplier. അതെന്താ? നമ്മൾ എത്രമാത്രം ആ ഗുഡ്സിന് എത്രമാത്രം പൈസ നമ്മൾ കൊടുക്കണം, അതാണ് ശരിക്കും ബില്ല് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളത് ഇത് പർച്ചേസ് ചെയ്തു, നമുക്ക് അതിനകത്ത് 1000 ആണെങ്കിൽ ആ 1000 ആ സാധനം വാങ്ങാൻ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അല്ലേ, അതാണ് ബില്ല് എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങിയ സാധനങ്ങൾക്ക് വാങ്ങാൻ എത്ര പണം കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ബില്ല്. ആ സാധനം നമുക്ക് ആ ഒരു മെറ്റീരിയൽ തന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും എമൗണ്ട് കൊടുക്കണം, അതല്ലേ? എത്ര എമൗണ്ട് ആ സാധനം വാങ്ങാൻ, ആ മെറ്റീരിയൽ വാങ്ങാൻ എത്ര എമൗണ്ട് കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ബില്ല് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നോക്കിയേ? The invoice is created by the supplier and shows how much the buyer requires to pay for goods bought from the supplier. സപ്ലയറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾക്ക് വാങ്ങുന്ന ആൾ എത്ര പണം കൊടുക്കണം എന്ന് കാണിക്കുന്നതാണ് ഇൻവോയ്സ് അല്ലെങ്കിൽ ബിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ given by the supplier to the purchase department. അപ്പൊ ഇൻവോയ്സ് എവിടെന്നാ കൊടുക്കുന്നത്? given by the supplier. ആർക്ക് കൊടുക്കും? to the purchase department. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് കൊടുക്കുന്നു? ബില്ല് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആവണ്ടോ നിങ്ങൾക്ക്? given by the supplier to the purchase department. അപ്പൊ സപ്ലയർ എന്ത് ചെയ്യും? അത് ഏതൊക്കെ മെറ്റീരിയൽസിന് എത്ര എന്താ പറയാ ഓർഡർ നമുക്കൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അതിന് എത്ര രൂപ എമൗണ്ട് ആവുന്ന ഒരു ബില്ല് തിരിച്ച് ആ സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. when the item is distributed. ഐറ്റം ആ മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്, വിതരണം ചെയ്യുന്ന സമയത്ത് സപ്ലയർ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കും. The bills are cleared by finance or account department. അപ്പൊ ബില്ലൊക്കെ ക്ലിയർ ചെയ്യുന്ന ആരാ? ബില്ല് ക്ലിയർ ചെയ്യുന്ന ആരാ? ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എത്ര രൂപയാണ് എന്നുള്ളത് അത് ക്ലിയർ ചെയ്യും. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. The bills are cleared by the finance or account department. ഫിനാൻസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ബില്ല് ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാനും ഇമ്പോർട്ടന്റ് ആണ്. എപ്പോ വരെ ഉള്ളത് അത് പഠിക്കണം കേട്ടോ. പർച്ചേസിംഗ് പ്രൊസീജിയറില് purchase requisition, purchase enquiry, quotations, then compare the different quotations, then purchase order, then last invoice or bill എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ എഫ് വരെയുള്ളത് നോക്കാം. ഇനി നമ്മളിപ്പോ പറഞ്ഞതൊക്കെ തന്നെ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞേക്കാണ്. മൊത്തത്തില് എൻറ്റയർ പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡ് ഇൻടു 3. മൊത്തത്തിൽ നമ്മൾ ഈ പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് നോക്കിയേ, പ്രീ പർച്ചേസ് സിസ്റ്റം. പർച്ചേസിന് മുന്നുള്ള കാര്യങ്ങൾ, പ്രീ പർച്ചേസ് സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ഓർഡറിംഗ് സിസ്റ്റം. ദെൻ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. പർച്ചേസിങ്ങിന് ശേഷമുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ പർച്ചേസിങ്ങിനെ മൊത്തത്തില് നമ്മൾ പർച്ചേസിങ്ങിനെ 3ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് എല്ലാവരും മനസ്സിലൊന്ന് പറഞ്ഞേ? പ്രീ പർച്ചേസ് സിസ്റ്റം, ഓർഡറിംഗ് സിസ്റ്റം, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ വരുന്ന ഏതൊക്കെയാ? പർച്ചേസ് റിക്വസിഷൻ വരുന്നുണ്ട്, പർച്ചേസ് എൻക്വയറി വരുന്നുണ്ട്, ദെൻ റിസീവിംഗ്. അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. റിസീവിംഗ് ആണ് RECEIVING. റിസീവിംഗ്. റിസീവിംഗ് ദ quotations. quotations സ്വീകരിക്കുന്നു. ആൻഡ് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. quotations കമ്പയർ ചെയ്യുന്നു. അത്രയും
പ്രീ പർച്ചേസ് സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് എൻക്വയറി, റിസീവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് നോക്കിയേ, രണ്ടാമത്തെ ഓർഡറിംഗ് സിസ്റ്റം. അതിനകത്ത് എന്താ? പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യും, അതിന്റെ ഫോളോ ബാക്കിയുള്ള തുടർ നടപടികളൊക്കെ അവിടെ നടത്തും പർച്ചേസിംഗ് സിസ്റ്റത്തില്, ഓർഡറിംഗ് സിസ്റ്റത്തില്. ദെൻ പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റത്തിലോ റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ, മെറ്റീരിയൽ റിസീവ് ചെയ്യും. ഇൻസ്പെക്ഷൻ, ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക, അത് പരിശോധിക്കും. ആൻഡ് പേയ്മെന്റ് ഓഫ് ദ ബിൽ, ബില്ല് അതിന് എത്ര രൂപയാണെന്നുള്ളത് പേയ്മെന്റും ചെയ്യും. പേയ്മെന്റ് ഓഫ് ബിൽ, ബില്ല് പേയ്മെന്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ മൊത്തത്തില് പർച്ചേസിംഗ് പ്രൊസീജിയറിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പ്രീ പർച്ചേസ് സിസ്റ്റം ഉണ്ട്, ഓർഡറിംഗ് സിസ്റ്റം ഉണ്ട്, പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ, ഒന്ന് വായിച്ചു നോക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ് ആണ്. എന്താണ് ഈ ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹോസ്പിറ്റലില് വളരെ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, കുറെ നാള് നിൽക്കുകയും ചെയ്യും. വളരെ വിലപിടിപ്പുള്ള മെറ്റീരിയൽസിനെയാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡയഗ്നോസ്റ്റിക് എക്വിപ്മെന്റ്സുകളാവാം. സ്കാനർ, MRI സ്കാനർ, അല്ലെങ്കിൽ അൾട്രാ സൗണ്ട്, പിന്നെ നമുക്ക് എക്സ്റേ മെഷീൻ, ഇതൊക്കെ ഡയഗ്നോസ്റ്റിക് എക്വിപ്മെന്റ്സ് ആണ്. ഇതൊക്കെ ക്യാപിറ്റൽ എക്വിപ്മെന്റ്സിൽ വരുന്നതാണ്. ദെൻ പിന്നെ നമ്മൾ വേണമെങ്കിൽ ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ് ഉണ്ട്, വെന്റിലേറ്റർ, ഡയാലിസിസ് മെഷീൻ, ഇതെല്ലാം ക്യാപിറ്റൽ എക്വിപ്മെന്റ്. അതെന്താണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്വിപ്മെന്റ്സുകൾ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നതല്ല. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ അവിടെ ഒത്തിരി സ്ഥലമുണ്ട്, നിങ്ങൾ ഒന്ന് എഴുതി വെച്ചേ അവിടെ ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്താണെന്നുള്ളത്. ക്യാപിറ്റൽ എക്വിപ്മെന്റ് അവിടെ ചെറിയൊരു ആരോ മാർക്ക് ഇട്ട് അങ്ങനെ എഴുതിയാൽ മതി. ക്യാപിറ്റൽ എക്വിപ്മെന്റ് ലോങ് ലാസ്റ്റിംഗ്, കുറെ നാള് ലാസ്റ്റ് ചെയ്യത്. ലോങ് ലാസ്റ്റിംഗ്, ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്വിപ്മെന്റ്. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ്, വളരെ വിലപിടിപ്പുള്ള എക്വിപ്മെന്റ്സുകളാണ്. ലോങ് ലാസ്റ്റിംഗ് എക്സ്പെൻസീവ് എക്വിപ്മെന്റ് that is used to diagnose, DIAGNOS, diagnose, monitor, 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 or treat patient, TREAT, treat patients. Treat patients. Long lasting expensive equipment that is used to diagnose, monitor, or treat patients. അതാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം വേണമെങ്കിൽ എഴുതിക്കോട്ടോ. MRI സ്കാനേഴ്സ് വരുന്നുണ്ട്, അൾട്രാ സൗണ്ട് വരുന്നുണ്ട്, എക്സ്റേ വരുന്നുണ്ട്, വെന്റിലേറ്റർ വരുന്നുണ്ട്, ഡയാലിസിസ് മെഷീൻ വരുന്നുണ്ട്. ഇതെല്ലാം ക്യാപിറ്റൽ എക്വിപ്മെന്റ്സ് ആണ്, സ്ഥിര ആസ്തികളാണ്, വളരെ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ്, ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല. ഓക്കെ, അപ്പൊ നോക്കിയേ ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്വിപ്മെന്റ്സുകളാണ്. അപ്പൊ അതെന്തൊക്കെയാണ് അതിന്റെ കീഴിൽ വരുന്നത് നോക്കിയേ. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപമാണ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപം, ഹോസ്പിറ്റലിലെ പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ്. ദെൻ നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, അത് ആവർത്തിക്കാത്തതാണ്. നോൺ റിപ്പീറ്റ്, ഇപ്പൊ ഇന്ന് വാങ്ങിച്ചു അടുത്ത ആഴ്ച വാങ്ങൂല, അല്ലെങ്കിൽ പിന്നത്തെ ആഴ്ച വാങ്ങൂല, അങ്ങനെ എന്താ പറയാ, റിപ്പീറ്റേറ്റീവ് അല്ല, നമ്മൾ ആവർത്തിച്ച് വാങ്ങുന്നത് അല്ല അത്. നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. ദെൻ തേർഡ് നോക്കിയാൽ ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇൻക്ലൂഡ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ പ്രധാന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു.
Then fourth point നോക്കിയേ, in case of financial or accounting terms, capital equipment is called a fixed asset. ഒന്ന് underline ചെയ്ത് കേട്ടോ sentence. In the case of financial or accounting terms നമ്മൾ capital equipment എന്ത് പറയാ? Fixed asset. Asset എന്ന് പറഞ്ഞാൽ ആസ്തികൾ, സ്ഥിര ആസ്തികൾ. ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഫിക്സ്ഡ് അസറ്റ്, ആസ്തി, സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ, നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്, include the major operation of the hospital. In case of financial or accounting terms പറയുകയാണെങ്കിൽ capital equipment is called a fixed asset. Clear ആണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പോയിന്റ്സുകൾ? ഓക്കെ. ഇനി അടുത്തത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് കൺസിസ്റ്റ് ഓഫ് 5 പോയിന്റ്സ്. 5 പോയിന്റ്സിലായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ നമുക്ക് പറയാം. അതിനകത്ത് ആ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെക്കണം. അതിന്റെ ഡീറ്റെയിലുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അതിന് ഓരോന്നിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പോയിന്റ്സുകൾ ഒന്ന് നോക്കാം നമുക്ക്. ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്ന പോയിന്റ്സ്? പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്. ഓക്കെ, പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിനായിട്ടുള്ള പ്ലാനിങ്. Then പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റ് ഉപകരണങ്ങൾ പർച്ചേസ് ചെയ്യുക, വാങ്ങല്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. Then മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യണമല്ലോ, മെയിൻ്റനൻസ് വർക്കുകൾ അങ്ങനെയുള്ളത്. Then യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ ഉപയോഗം, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. Then discarding of equipment, discard ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നിരസിക്കൽ അല്ലെങ്കിൽ തള്ളിക്കളയുക എന്നൊക്കെ ഉള്ളത്, കളയല്. Okay, discarding of equipment, എക്യുപ്മെന്റിന്റെ നിരസിക്കൽ അല്ലെങ്കിൽ കളയല്, തള്ളിക്കളയുക, അതൊക്കെയാണ് ഡിസ്കാർഡ് എന്നുള്ളത്. ഇത്രയുമാണ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റിൽ വരുന്നത്. 5 പോയിന്റ്സ് എല്ലാവരും മനസ്സിൽ വായിച്ച് എവിടെ ഇരുന്ന് തന്നെ. പ്ലാനിങ് ഫോർ ദ എക്യുപ്മെന്റ്, പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്, മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്, യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്, ദെൻ ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഓക്കെ, ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് മഴയും ഇടിയൊക്കെയാണെന്ന്, ലീവ് ചെയ്യാണെന്ന്. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് പറയണതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, ലീവ് ചെയ്തോ കേട്ടോ, ലെഫ്റ്റ് ആയിക്കോ. കുട്ടിയെ വിളിച്ച് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് മഴയും ഇടിയൊക്കെയാണെന്ന്. ഒത്തിരി ഇടിവെട്ടും മഴയാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്തിരിക്കേണ്ട, റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണല്ലോ, റെക്കോർഡ് ക്ലാസ് കാണുക കേട്ടോ. ഇനി ഇതിനകത്ത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കാണ്. പ്ലാനിങ് ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റിന്റെ പ്ലാനിങ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താ? ഫിക്സ്ഡ് അസറ്റ് ആണ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു എന്താ പറയാ, ഒരു വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. അത് സ്ഥിരമായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല, വളരെ വില കൊടുത്ത് വാങ്ങുന്നതാണ്. സ്ഥിര ആസ്തികളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു. അതിന്റെ നമ്മൾ 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെ കീഴിൽ വരുന്ന 4 പോയിന്റ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് മാനേജ്മെന്റ് ആണ് പറയുന്നത്. അതിൽ 5 പോയിന്റ്സ് പറഞ്ഞു. അത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാണ്. ഒന്നാമത്തെ പോയിന്റ് ആണ് പ്ലാനിങ് ദ എക്യുപ്മെന്റ്, എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾക്കായിട്ടുള്ള ആസൂത്രണം. അല്ലാതെ ടു ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഫെൽറ്റ് നീഡഡ്. പല മാർഗങ്ങളുടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? മികച്ചത്, ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കുന്നു പല രീതിയിലൂടെ. ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. പല മാർഗങ്ങളിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ടത്, മികച്ചത് തെരഞ്ഞെടുക്കുന്നു. പ്രധാന പോയിന്റ് ആവശ്യമാണ്, അതാ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ഈസ് ഫെൽറ്റ് നീഡഡ്. ആ ഒരു സെന്റൻസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫസ്റ്റത്തെ ഇതൊന്ന് നോക്കാം. ചൂസ് ദ ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ. പല മാർഗങ്ങളിലൂടെ മികച്ചത് തെരഞ്ഞെടുക്കുന്നു. ബി എന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ് ആണ്.
അതിന് 9 സ്റ്റെപ്പ് വരുന്നുണ്ട്. 9 മേജർ സ്റ്റെപ്സ് ഫോർ പർച്ചേസിങ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ നമ്മൾ നോക്കുന്ന സ്റ്റെപ്സുകളാണ്. 9 സ്റ്റെപ്പ് ആയിട്ടാ തന്നേക്കുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതിയിട്ട് നമുക്ക്. ഓക്കെ. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഡിമാൻഡ് എന്താണ് അത് നമ്മൾ മുൻകൂട്ടി കാണുന്നു. നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കണം, വളരെ വില കൊടുത്ത് വാങ്ങുന്നതാണ്. നമ്മൾ അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു 10 രൂപയുടെ സാധനം മേടിച്ചാൽ നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് അങ്ങ് കൊടുക്കില്ലേ? ഇപ്പൊ അത് എന്തെങ്കിലും ആയാലും നമ്മൾ പറയും 10 രൂപയല്ലേ, അത് പോട്ടെ എന്നുള്ള നിലയിൽ നിൽക്കും. എന്നൊരു 10,000 രൂപയുടെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മൾ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കും, അല്ലേ? അപ്പൊ അത്രയും പൈസ നമുക്ക് വെറുതെ കളയാൻ പറ്റുമല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ്സുകളാണ്. അപ്പൊ അതിനകത്ത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിംഗിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന 9 സ്റ്റെപ്പുകളാണ് ഇവിടെ പറയുന്നത്. ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. ഡിമാൻഡ് എന്താണ് അത് മുൻകൂട്ടി കാണുന്നു. ഓക്കെ, ഡിമാൻഡ് മുൻകൂട്ടി കാണുന്നു. ഇനി നോക്കിയേ, സോഴ്സ് ഓഫ് ഫണ്ട്. ഇനി ആ ഫണ്ട്, ഇത് മേടിക്കാനുള്ള ഫണ്ട് വേണ്ടേ? അതിന്റെ ഉറവിടം എവിടെയാണ്? സോഴ്സ് ലോൺ ആകാം. ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഈ ആസ്തികൾ വാങ്ങാനായിട്ട് കമ്പനിക്ക് ലഭ്യമാകുന്ന തുക. പുതിയ പുതിയ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടി കമ്പനി ഒരു വിഹിതം പൈസ അവിടെ ഇതാക്കിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ ആണെങ്കിലും ഒരു എമൗണ്ട് ഉണ്ട് പുതിയ മെറ്റീരിയൽസ് വാങ്ങാൻ. അങ്ങനെയുള്ള ഫണ്ടാകാം ഡിപ്രീസിയേഷൻ ഫണ്ട്. ഓക്കെ, പുതിയ ആസ്തികൾ വാങ്ങാൻ കമ്പനിക്ക് ലഭ്യമായ തുക. ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ആശുപത്രി അക്യുമുലേറ്റ് ചെയ്യുക, സംഭരിക്കുന്ന ലാഭം. ഇതൊരു ഫണ്ടായിട്ട് അവിടെ കിടക്കും. അത് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ എന്തെങ്കിലും മെറ്റീരിയൽസ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഹോസ്പിറ്റലിൽ സംഭരിക്കുന്ന പ്രോഫിറ്റ്, ലാഭം. പിന്നെ നോക്കിയ സ്പെസിഫിക് പർപ്പസ് ഫണ്ട്. പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട്. ഇതെല്ലാം സോഴ്സ് ഓഫ് ഫണ്ടില് വരുന്നതാണ്. അപ്പൊ അതിനകത്ത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. സോഴ്സ് ഓഫ് ഫണ്ട് ഏതൊക്കെ മാർഗങ്ങൾ? ലോൺസ്, ഡിപ്രീസിയേഷൻ ഫണ്ട്, ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, ദെൻ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്നുള്ളത്. ഇനി അതിനകത്ത് വരുന്നത് നോക്കിയേ, 3 ഡിസിഷൻ മേക്കേഴ്സ്. ഇനി ഡിസിഷൻ എടുക്കുന്ന ആരാ? തീരുമാനം എടുക്കുന്ന ടോപ്പ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇവരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നത്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം, ആരൊക്കെയാ വന്നേന്നുള്ളത് കേട്ടോ. ടോപ്പ് മാനേജ്മെന്റ് വരാം, അഡ്മിനിസ്ട്രേറ്റർ വരാം, HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ദെൻ മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ. ഇതൊക്കെ ഡിസിഷൻ മേക്കേഴ്സിൽ ഉൾപ്പെടുന്നവരാണ്. ദെൻ സപ്ലയറുകൾ, വിതരണക്കാര്, സപ്ലയറുകള്. 5ാമത്തെ പോയിന്റ് നോക്കി, ഇൻഫർമേഷൻ ജനറേഷൻ. ഇൻഫർമേഷൻ ഗോട്ട് ഫ്രം എക്സ്പേർട്ട് ആൻഡ് പേഴ്സൺ ഹു ഡീൽ വിത്ത് ഇറ്റ്. അത് കൈകാര്യം ചെയ്യുന്ന, അത് ഡീൽ ചെയ്യുന്ന വിദഗ്ധരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻ, വിവരങ്ങള്. അത് ഡീൽ ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷൻസ്. ദെൻ 6ാമത്തെ, ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഹെൽപ്ഫുൾ ആണോ? എന്നാലല്ലേ നമ്മൾ അങ്ങനെയുള്ളത് പർച്ചേസ് ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അപ്പൊ അതും നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്ട്രുമെന്റ്സുകള്, നമ്മൾ മേടിക്കുന്ന എക്യുപ്മെന്റ്സുകള് അത് ഇൻസ്റ്റിറ്റ്യൂഷന് ഹെൽപ്ഫുൾ ആണോ എന്നുള്ളത് നോക്കണം. ദെൻ കമ്പാരറ്റീവ് സ്റ്റഡി, കമ്പയറിംഗ് ദ കൊട്ടേഷൻസ്. നമ്മൾ പറഞ്ഞല്ലോ, സപ്ലയർ പല കൊട്ടേഷൻസും എടുക്കുമ്പോൾ അതിൽ പല കൊട്ടേഷൻസുകൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. കമ്പയറിംഗ് ദ കൊട്ടേഷൻ. ദെൻ ഫിനാൻഷ്യൽ ടൂൾസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ ടൂളുകള്. നെക്സ്റ്റ് പർച്ചേസ്, അടുത്തേതാ? പർച്ചേസ് ചെയ്യും. ദെൻ ഇൻസ്റ്റോളേഷൻ, ഇൻസ്റ്റോൾ ചെയ്യും. അതെന്താ? യന്ത്രങ്ങള് യഥാസ്ഥാനത്ത് സ്ഥാപിക്കും. ഇൻസ്റ്റോളേഷൻ. അതിനകത്ത് തന്നേക്കുന്നതാണ് AC ഫോർ സം എക്യുപ്മെന്റ് എന്നാണ് കേട്ടോ. അത് AC ഫോർ സം എക്യുപ്മെന്റ്. ചില എക്യുപ്മെന്റ്സുകൾ AC വേണം, AC നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ AC ചില എക്യുപ്മെന്റ്സുകൾ വേണ്ടിയുള്ള AC, സ്പേസ് ഓഫ് റൂം. ചില വലിയ മെറ്റീരിയൽസ് ആണെങ്കിൽ അത് വെക്കാൻ അതിനനുസരിച്ചുള്ള റൂം വേണം, അല്ലെ?
റൂമിലുള്ള സ്പേസ്, then protective measures like rough walls for X-ray room. റേഡിയോളജിയിൽ നമ്മൾ പറഞ്ഞാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ റേഡിയോളജി റൂമിന്റെ വാൾസ് നല്ല റഫ് ആയിരിക്കണം, നല്ല കട്ടിയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. എന്തിനാ? റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കൂടി അതൊക്കെ നമ്മൾ ഓരോന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് പരിഗണിക്കേണ്ടതാണ്. AC for some equipment, ചില എക്യുപ്മെന്റ്സിന് വേണ്ടിയുള്ള AC, പിന്നെ സ്പേസ് ഓഫ് റൂമിനുള്ള സ്പേസ്, then protective measures like rough walls for X-ray room. X-ray റൂമിന്റെ വാൾസുകളിലുള്ള എന്താ പറയാ വെയിറ്റ്, ഒരു റഫ് വാൾസ്, റഫ് ആയിരിക്കും, അത് കട്ടിയുള്ള വാളായിരിക്കണം എന്നാ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി അതിനകത്ത് നോക്കിയേ മൂന്നാമത്തെ ഏതാ? മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്. താഴെ തന്നിരിക്കുന്നത് എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസ്. എന്താണ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പലതും മെയിൻ്റെനൻസ് വർക്കിന് കൊടുക്കാറുണ്ട് അല്ലെ? നമ്മുടെ മെഷീൻസ്, എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കേടായി അല്ലെങ്കിൽ എന്തിനെ പറ്റി നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യാൻ കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ, ചെറിയൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഓരോ ഇതാണ് മെയിൻ്റെനൻസ് വർക്കിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മെയിൻ്റെനൻസ് നോക്കിയേ, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്, സയന്റിഫിക് അപ്രോച്ച് ടു റീസ്റ്റെയിൻ ഓർ കൺട്രോൾ the breakdown of an equipment is called maintenance. എന്താണ്? ഒരു ഉപകരണത്തിന്റെ ബ്രേക്ക് ഡൗൺ, അത് തകർന്നു പോകുന്നത്, അതിന് ബ്രേക്ക് ഡൗൺ തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് എന്താ പറയാ, ബ്രേക്ക് ഡൗൺ ആവുന്നത്, ചീത്തയാവുന്നത് തടയും അല്ലെ? എന്താണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്? നമ്മളിങ്ങനെ എക്യുപ്മെന്റ്സുകൾ ബ്രേക്ക് ഡൗൺ ആയി പോകുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയ സമീപനം അല്ലെങ്കിൽ ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, scientific approach to restrain or control the breakdown of an equipment is called the maintenance. Maintenance is divided into three. മൂന്നായിട്ട് തിരിക്കാം. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെഡ്യൂൾഡ് ആണ്. നമ്മളിപ്പോ എല്ലാ വർഷവും മെയിൻ്റെനൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ആ എക്യുപ്മെന്റ്സ് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അതൊരു ഷെഡ്യൂൾഡ് ആണ്, അല്ലെങ്കിൽ പ്രിവെന്റീവ് എന്ന് പറയും. അതെല്ലാം നമുക്കറിയാം, പിന്നെ ദിവസം ചെയ്ത് അടുത്ത 6 മാസമാകുമ്പോൾ വീണ്ടും മെയിൻ്റെനൻസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ചെയ്യുന്നതാണ്. ഡൺ പീരിയോഡിക്കലി, ഡൺ ആണ് കേട്ടോ, DONE, ഡൺ പീരിയോഡിക്കലി, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. Then once in a year or two, once in a year or കൂടി ചേർക്കാണ്, or two, 1-2 വർഷത്തിൽ ഒരിക്കലും. ഇപ്പൊ ഓരോ വർഷം കൂടുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ വേണമെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, അതാണ് മെയിൻ്റെനൻസ് വരുന്നത്. ഫസ്റ്റ് എങ്ങനെയാ? ഷെഡ്യൂൾഡ് ഓർ പ്രിവെന്റീവ്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യും, ഓരോ വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരിക്കലോ ഒക്കെ മെയിൻ്റെനൻസ് ചെയ്യാം. Then അടുത്താണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റം കണ്ടുപിടിക്കാൻ. ഇപ്പൊ മെഷീൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മെയിൻ്റെനൻസിന് കൊടുക്കും അല്ലേ? ഇപ്പൊ നമ്മളെ വീട്ടില് ഒരു എക്സാമ്പിളാ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലേ? മെഷീൻ ഉണ്ടോ? അപ്പൊ അതിലിപ്പോ നമ്മള് സ്റ്റിച്ച് ശരിയല്ല, അല്ലെങ്കിൽ അതില് നൂല് പൊട്ടിപ്പോണു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ എന്താണ്? അപ്പൊ നമ്മളത് മെയിൻ്റെനൻസ് നന്നാക്കാൻ വേണ്ടി നമ്മൾ അത് കൊടുക്കുമ്പോ നമ്മൾ പറയും ഇന്നതാണ് അതിന്റെ പ്രശ്നം എന്ന് നമ്മൾ പറയില്ല, അതിന്റെ എന്താണ് ചിട്ട അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഫോൾട്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ മെഷീൻ കേടാന്ന് വിചാരിക്കുക, വാഷിംഗ് മെഷീൻ കേടാന്ന് വിചാരിക്കുക. അപ്പൊ ഇത് സിംഗിൾ ഞാൻ പറയാ, ഇത് സിംഗിൾ ഇതായിട്ടുള്ളത്. ഇപ്പൊ ഡ്രയറും വാഷറും വേറെയുള്ള അങ്ങനത്തെ മെഷീനൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ചിലപ്പോ വാഷിംഗ് നടക്കുമായിരിക്കും, പക്ഷെ ഡ്രയർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും, നന്നാക്കാൻ കൊടുക്കുമ്പോ മെഷീൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാലല്ലോ കൊടുക്കാം, നമ്മൾ പറയും ഡ്രയറിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്, വാഷിംഗ് കുഴപ്പമില്ല എന്ന് പറയും. അപ്പൊ അത് ഡ്രയറിന്റെ ആണ് അവര് ഫോക്കസ് ചെയ്ത് നോക്കുന്നത് അല്ലെ? അതിൽ എന്താണ് ഫോൾട്ട്, അതിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഡൺ ഫോർ ഫൈൻഡിങ് എ പർട്ടിക്കുലർ പ്രോബ്ലം, അതിന്റെ ഒരു പ്രത്യേക പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ഡിറ്റക്റ്റീവ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? മറ്റത് എങ്ങനെയാ? ഷെഡ്യൂൾഡ് ആണ്, എല്ലാ വർഷവും ചെയ്യും. കംപ്ലൈന്റ് ആയില്ലെങ്കിലും ഒക്കെ എല്ലാ വർഷവും അല്ലെങ്കിൽ 2 വർഷത്തിൽ ഒരു ദിവസം, 2 വർഷത്തിൽ ഒരിക്കലും മെയിൻ്റെനൻസ് ഇങ്ങനെ ചെയ്യും.
ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് അതെന്താണ് കംപ്ലൈന്റ് എന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഡിറ്റക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയാൽ ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യായിട്ട്. ഓക്കെ, ദ മെഷീൻ വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. ബ്രേക്ക് ഡൗൺ ആയി, അത് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ആക്ടിവിറ്റി നോട്ട് കംപ്ലീറ്റഡ് ഹിയർ, ഇവിടെ ആക്ടിവിറ്റി പൂർത്തിയാകുന്നില്ല. ഐഡിയൽ ടൈം ആൻഡ് കോസ്റ്റ് ഹയർ. ടൈമും കൂടുതൽ വേണം, കോസ്റ്റും കൂടുതലായിരിക്കും അല്ലെ. ഒരു ചെറിയ പ്രശ്നമുള്ളൂ, അത് മെയിൻ്റെനൻസ് കൊടുത്താൽ ചിലപ്പോൾ ഇതുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഫുള്ള് ചീത്തയായിട്ട് നന്നാക്കാൻ കൊടുക്കുമ്പോൾ അതിന് സമയം കൂടുതൽ വേണ്ടേ. പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കഴിഞ്ഞ് കിട്ടണമെന്നില്ല. അതുപോലെ കോസ്റ്റും കൂടുതലായിരിക്കുമല്ലോ ഫുള്ള് നന്നാക്കുമ്പോ അല്ലെ. ഫുള്ള് ചീത്തയായിട്ട് നമ്മൾ എന്ത് സാധനം മെയിൻ്റെനൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് കൂടുതലായിരിക്കും, സമയവും കൂടുതലെടുക്കും. ഇല്ലേ? എല്ലാവരും ഇല്ലേ അവിടെ? ആരും ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലോ. ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിങ്ങൾ കൊടുക്കാറില്ലേ? ഞാൻ നമ്മളുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കാം, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹോസ്പിറ്റലിലെ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെങ്കിൽ പോലും ഇങ്ങനെ ചെറിയ എക്സാമ്പിൾ നമ്മൾ ഡെയിലി നമുക്കൊക്കെ പരിചയമുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് മൂന്ന് ക്ലിയർ ആയോ നിങ്ങൾക്ക്? മെയിൻ്റനൻസ് ഒന്ന് ഷെഡ്യൂളാണ്, അത് നമ്മൾ ചീത്തയായാലും ചീത്തയായില്ലെങ്കിലൊക്കെ പീരിയോഡിക്കലി ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലാതെ ഒരു വർഷം ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യം ഇത് ചെയ്യുന്നത്. ഡിറ്റക്റ്റീവ് എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ. ദെൻ ബ്രേക്ക് ഡൗൺ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് ചീത്തയായിട്ട് നമ്മൾ അത് ചെയ്യുന്നതാണ്. വിൽ ബ്രേക്ക് ഡൗൺ ആൻഡ് വിൽ നോട്ട് വർക്ക്. ഓക്കെ, അപ്പൊ അവിടെ എന്താ, ഫുള്ള് നന്നാക്കുമ്പോ നമുക്ക് ടൈമും കൂടുതൽ വേണം, കോസ്റ്റും കൂടുതലാവും. ഓക്കെ, ദെൻ ഇനി നോക്കിയാൽ നെക്സ്റ്റ് വൺ, ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു. അപ്പൊ ഇങ്ങനെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ ഷോർട്ടേജ് കൊണ്ട് നമുക്ക് എന്തൊക്കെ സംഭവിക്കാവുന്ന ഹോസ്പിറ്റലിൽ മെഷീൻസും കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, മെയിൻ്റനൻസ് വർക്ക് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഒക്കെ വരികയാണെങ്കിൽ എന്താണ് നമുക്ക് ഉണ്ടാകുന്ന, എന്താണ് അതിന്റെ റിസ്ക് എന്താണ് വരുന്നതെന്നുള്ളതാണ് 4 പോയിന്റ്സ് ഇവിടെ തന്നേക്കുന്നത്. ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിൽ ഫൈനലി ലീഡ് ടു. പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ സഫിഷ്യന്റ് മെയിൻ്റനൻസിന്റെ ഷോർട്ടേജ് കുറവ് കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാ വരുന്നതെന്ന് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. പേഷ്യന്റിന്റെ സേഫ്റ്റി സെക്യൂരിറ്റിക്ക് റിസ്ക് വരൂലേ? എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും കംപ്ലൈന്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. പേഷ്യന്റിന്റെ സുരക്ഷയ്ക്കും ഒക്കെ റിസ്ക് ഉണ്ടാവാം. ഹൈജീനിക് സുരക്ഷയില് എന്തുണ്ടാവാം, റിസ്ക് ഉണ്ടാവാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ നോക്കിയ ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓണിംഗ് ടു ഫെയിലിയർ ഓർ ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ. ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ, നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം, അത് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുമ്പോഴുള്ള നഷ്ടം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആയി, അത് മെയിൻ്റനൻസ് വർക്ക് ഒന്നും ചെയ്തില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് കംപ്ലൈന്റ് ആയിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ അത് നമ്മൾ ആ ഒരു ആ മെഷീൻ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ ഹോസ്പിറ്റലിന് ഒരു നഷ്ടം വരുമല്ലോ, ഇല്ലേ? എക്സ്റേ എടുക്കാൻ ഡോക്ടർ കൊടുക്കുകയാണെങ്കിൽ എക്സ്റേ റേഡിയോളജിക്ക് ചെല്ലുമ്പോൾ എക്സ്റേ മെഷീൻ കംപ്ലൈന്റ് ആണ്, അവിടെ എടുക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുറത്ത് ലാബുകളിലേക്ക് പോകും അല്ലെ, ഡയഗ്നോസിസ് സെന്ററിലേക്ക് പുറത്ത് പോകും. അപ്പൊ ഹോസ്പിറ്റലിൽ നഷ്ടം വന്നില്ലേ? നഷ്ടം വന്നില്ലേ? ഇല്ലേ? ആരെങ്കിലും അച്ഛൻ പറഞ്ഞിട്ട് സൂര്യ, ദിവ്യ വേഗം തസ്ലീമൊക്കെ വേഗം ഉണ്ട്, അവരൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടോ എന്നും അറിയില്ല കേട്ടോ, അല്ലാതെ ഇല്ല ഇവിടെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മള് ആ ഉപകരണം ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഹോസ്പിറ്റലിന് ഒരു നഷ്ടം വരും. പിന്നെ നോക്കിയേ അടുത്തത്, ആൻഡ് റവന്യൂ വോണിംഗ് ടു ഫെയിലിയർ, ബ്രേക്ക് ഡൗൺ ആൻഡ് ക്ലോഷർ ഓഫ് ഏരിയ ഓഫ് എക്യുപ്മെന്റ് ഫോർ റിപ്പയർ. ആ ഒരു ഏരിയ നമ്മൾ അടച്ചിടണം അല്ലെ, ആ ഒരു സെക്ഷൻ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിടണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മെഷീൻ നന്നാക്കുന്നത് വരെ അവിടെ അടച്ചിടേണ്ടി വരും. അപ്പൊ എന്താ, ഹോസ്പിറ്റലിന് നഷ്ടം വരാം അല്ലെ. അത് പിന്നെ നന്നാക്കണ വരേക്കും നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല, ആ മെഷീൻ ഓൾറെഡി കംപ്ലൈന്റ് ആണ്. അപ്പോൾ ഹോസ്പിറ്റലിന് നഷ്ടം വരാം. ആ ഒരു ഏരിയ നന്നാക്കുന്നത് വരെ അടച്ചിടണം. അപ്പൊ അങ്ങനെ നഷ്ടം വരാം, ആ ഉപകരണം ഉപയോഗിക്കാതിരിക്കുമ്പോഴുള്ള നഷ്ടം.
ഇനി നോക്കിയേ മൂന്നാമത്തെ പോയിന്റിൽ എന്താ ലോസ് ഓഫ് ഗുഡ് വിൽ. ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് according to inefficiency and declining standards. ഈ സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലിന്റെ സ്റ്റാൻഡേർഡിന്റെ തകർച്ചയും അതുപോലെ ഇൻഎഫിഷ്യൻസി കാര്യക്ഷമത ഇല്ലാത്തത് മൂലം നമുക്ക് ഹോസ്പിറ്റലിനുള്ള ഒരു ഇമേജ് ഒരു ഗുഡ് വില്ല് നഷ്ടപ്പെടാം. നമ്മൾ പറയൂലേ ഓ അവിടെ പോയിട്ട് കാര്യമില്ല, അവിടെ കുറെ ദിവസങ്ങളായി റേഡിയോ എന്താ എക്സ്റേ എടുക്കാൻ വല്ല വിഷയം കംപ്ലൈന്റ് ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലും, അപ്പോഴും നന്നാക്കിയെങ്കിൽ പിന്നെയും നമ്മൾ പറയും. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ആകുമ്പോ നമുക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇഷ്ടം അവിടെ കുറയുമല്ലേ അല്ലേ? എല്ലാരും പറയും ആ അവിടെ പോയിട്ട് കാര്യമില്ല, അത് കംപ്ലൈന്റ് ആയി കിടക്കാണ്, അത് നന്നാക്കിയിട്ടൊന്നും ഇല്ലാതെ നമ്മൾ ഓൾറെഡി പറയും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെയല്ലേ കപ്പയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാര്യം റേഡിയോളജി ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് ഡോക്ടറെ കണ്ടു അങ്ങനെ പെട്ടെന്ന് ഫാസ്റ്റ് ആകുമ്പോഴല്ലേ നമുക്ക് ഓ അവിടെ ചെന്ന് അതിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലോ പ്രസന്റ് സിറ്റുവേഷനിലോ ആർക്കും ടൈമില്ല. നമുക്ക് പെട്ടെന്നായിട്ട് എല്ലാം ചെയ്തിട്ടുന്നതല്ല ഇഷ്ടം, വെയിറ്റ് ചെയ്യാൻ ആർക്കും ടൈമും ഇല്ല, ആർക്കും ഇഷ്ടമല്ല അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ആ അതെ അവിടെ പോട്ടെ, ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമ്മൾ അധികം ടൈം കൊണ്ട് വേണ്ട, പെട്ടെന്ന് എല്ലാം റെഡിയാക്കി തരും, എല്ലാം ഇതാണ് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാനാണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കാര്യങ്ങൾ വേഗം കിട്ടും എന്നുള്ളൊരു നല്ലൊരു ഹോസ്പിറ്റലിനെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ട് നമുക്ക്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക, നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ഇഷ്ടം നമുക്ക് അത് നഷ്ടപ്പെടാം. രണ്ട് മൂന്ന് ആളുകൾ പറഞ്ഞാൽ പോരെ, അവരുടെ ആളുകളോട് പറയും, അങ്ങനെ എല്ലാവരും പറയും അവിടെ ചെന്നിട്ട് കാര്യമില്ല കേട്ടോ, അത് ഹോസ്പിറ്റലിൽ ചെന്നാല് നമുക്ക് അവിടുത്തെ വിഷയൻസ് അതിന്റെ കംപ്ലൈന്റ് ആയി കിടക്കാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ തോന്നൂല. ഒരു ഹോസ്പിറ്റലിനോടുള്ള ഒരു ഗുഡ് വില്ല് ഒരു ഇഷ്ടം നഷ്ടപ്പെടാം. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഓർത്ത് നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. വസ്തുവകളുടെയും ഉപകരണങ്ങളുടെയൊക്കെ ആയുസ് കുറയാം. കുറെ നാള് വർക്ക് ചെയ്യാതിരിക്കുമ്പോ അതിന്റെ ഇത് എന്താ പറയാ അത് നമുക്ക് അത് യൂസ് ചെയ്യാൻ അത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന്റെ ആയുസ് കുറയാം അല്ലെ? വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും ഓക്കെ, ഓൾറെഡി അങ്ങനെ കുറെ നാൾ അത് കംപ്ലൈന്റ് ആയിട്ട് അത് കിടന്ന് അങ്ങനെ വരുമ്പോൾ അതിന്റെ ആ ഉപകരണത്തിന്റെ തന്നെ ആ എക്യുപ്മെന്റിന്റെ ആയുസ് കുറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിങ്ങനെ എന്താ പറയാ ഈ പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ്സുകള് മെയിൻ്റെനൻസ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകുന്ന ഷോർട്ടേജ്, അതിന്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞേക്കുന്നത് 4 പോയിന്റ്സ്. ക്ലിയർ ആണോ നോക്കിയേ? ക്ലിയർ ആണോ 4 പോയിന്റ്സുകളും? എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടോ അവിടെ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽ. അടുത്തത് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് കേട്ടോ. നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് 5 പോയിന്റ്സ്. മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് കേട്ടോ, അത് മൂന്നാമത്തെ പോയിന്റ്. മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കി യൂട്ടിലൈസേഷൻ. അതിന് മുന്നേ ഒരു ചെറിയൊരു പോയിന്റ് പോലെ ഒന്നുകൂടി തന്നിട്ടുണ്ട്. മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റലിലുള്ള ഒരു ഇതും കൂടി പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് യൂട്ടിലൈസേഷൻ അവിടെ തന്നേക്കുന്നത്. നോക്കിയേ, മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റലേഷൻ. പ്രോപ്പർ ആയിട്ട് എക്യുപ്മെന്റ്സ് ഇൻസ്റ്റോൾ ചെയ്യണം. രണ്ടാമത്തെ ബൈ കീപ്പിംഗ് ഓർ കെയറിംഗ് ആൻഡ് റിപ്പയർസ്. സൂക്ഷിക്കലും നന്നാക്കലും. നമ്മൾ ആ എക്യുപ്മെന്റ്സ് എത്രത്തോളം അതിന് കെയർ കൊടുക്കുന്നു, അത് നമ്മൾ കീപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിന്റെ റിപ്പയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നമുക്കത് എന്താ പറയാ അത് സുരക്ഷിതമായിരിക്കും അല്ലെ? ബൈ കീപ്പിംഗ് or caring and repair. Then periodic cleaning and checking on preventive maintenance. Periodic cleaning നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ക്ലീൻ ചെയ്യുക. Then checking on preventive maintenance. പ്രതിരോധ പരിപാലനം പരിശോധിക്കുക. Then for the record keeping, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യാം. Then procurement of spares. സ്പെയറുകളുടെ സംഭരണം. അതിന്റെ ഓരോ സ്പെയറുകളില്ലേ അതിന്റെയൊക്കെ പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചാൽ സംഭരണം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ പ്രത്യേകം നിങ്ങൾ പഠിക്കുക. Okay, maintenance in hospital must be done by proper. എങ്ങനെ മെയിൻ്റെനൻസ് ചെയ്യാം ഹോസ്പിറ്റലില്? പ്രോപ്പർ ഇൻസ്റ്റലേഷൻ. മെഷീൻസുകളൊക്കെ പ്രോപ്പർ ഇൻസ്റ്റോൾ ചെയ്യാം. ബൈ കീപ്പിംഗ് ആൻഡ് റിപ്പയർ. ഓക്കെ, ആര്യ ലീവ് ചെയ്തോ കേട്ടോ.
Okay, by keeping and repair. Then periodic cleaning and checking on preventive maintenance. Periodic cleaning നടത്താം, check ചെയ്യാം, preventive maintenance checking ചെയ്യാം. Then record keeping, procurement of spares, സ്പെയറുകളുടെ സംഭരണം. ഇനി അടുത്തതാണ് യൂട്ടിലൈസേഷൻ. എക്യുപ്മെന്റ്സിന്റെ യൂട്ടിലൈസേഷൻ എങ്ങനെയാ? യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80 to 90%. No under or over utilization. എക്യുപ്മെന്റ്സ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഉപയോഗം എങ്ങനെ വേണം? 80 to 90% യൂട്ടിലൈസ് ചെയ്താൽ മതി. അതിന്റെ കീഴിലോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓവർ യൂട്ടിലൈസേഷനോ പാടില്ല. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. അതിന്റെ കീഴിലേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ 90% കൂടുതലും ഇതും യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. Then discarding of equipments. എക്യുപ്മെന്റ്സുകൾ ഡിസ്കാർഡ് ചെയ്യുന്നത്, അതിനെ കളയുന്ന എങ്ങനെയാ? ആ സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ്. സ്ക്രാപ്പ് ഐറ്റം എന്നുള്ള നിലയിൽ നമുക്ക് റീസെല് ചെയ്യാം, സ്ക്രാപ്പ് ആയിട്ട് കൊടുക്കാം. റീസെല് ചെയ്യാതെ ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതെങ്ങനെ എക്യുപ്മെന്റ്സ് അവിടെ നിന്ന് ഡിസ്കാർഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. എങ്ങനെയാ? ഒന്നില്ലെങ്കിൽ നമുക്ക് റീസെല് ചെയ്യാം. ആ സ്ക്രാപ്പ് ഐറ്റം ആയിട്ട് അവിടെ നമുക്ക് റീസെല് ചെയ്യാം, അത് വീണ്ടും വിൽക്കാം. അല്ലെങ്കിൽ ആൻഡ് ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽ. ചെറിയ ഹോസ്പിറ്റലിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാം. ഇപ്പൊ വലിയ ഹോസ്പിറ്റൽസ് അതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ മെഷീൻസുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് എക്യുപ്മെന്റ്സുകളൊക്കെ നമുക്ക് ചെറിയ ഹോസ്പിറ്റൽസിന് അത് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. അതൊക്കെ ഒന്ന് വെറുതെ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്തിട. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അത് ക്യാപിറ്റൽ എന്നാണ് കേട്ടോ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അത് പ്രിന്റഡ് നോട്ടിൽ ഒന്ന് ചെയ്തേ, നിങ്ങൾ കറക്റ്റ് ചെയ്തേ. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഇപ്പൊ നമ്മളും അങ്ങനെയല്ലേ, ഓർഡിനറി പർച്ചേസ് ചെയ്യുമ്പോഴും വലിയ കാര്യങ്ങൾ, വലിയ വിലപിടിപ്പുള്ള കാര്യങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മളും എന്താ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ആലോചിക്കൊന്നും വേണ്ട, നമുക്ക് വേഗം മേടിക്കാം. അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തിരി ക്വാളിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയാലും നമ്മൾ പറയാ ചെറിയൊരു എമൗണ്ട് അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. എന്നാൽ വലിയ വിലയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് ഒന്നുകൂടെ പരിശോധിക്കും. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോണ കാര്യമാണ് അല്ലെ, അങ്ങനെയല്ലേ? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് തന്നേക്കുന്നത് അതിന്റെ ഡിഫറൻസ് ആണ് കേട്ടോ. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഓർഡിനറി പർച്ചേസിൽ എങ്ങനെയാന്ന് നോക്കിയേ, എക്സ്റ്റൻസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ചയുടെ നീളല്. ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. അപ്പൊ ഓർഡിനറി പർച്ചേസ് നടത്തുകയാണെങ്കിൽ നമുക്ക് ചർച്ചകളോ അധികം ആലോചിക്കേണ്ട അല്ലെ, അങ്ങനെ ഒരുപാട് ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതെങ്ങനെയാ ലോ ആയിരിക്കും. എന്നാൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അത് വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളാ. അപ്പൊ എന്താ, നന്നായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം, നമ്മൾ നന്നായിട്ട് ചർച്ച ചെയ്യണം അല്ലെ, അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കി എന്താ പറയാ അതിന്റെ നെഗോഷിയേഷൻ, ചർച്ചയുടെ നീളല് അവിടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ ഹൈ കൂടുതലായിരിക്കും. കൂടുതല് നമ്മള് എന്താ പറയാ ചിന്തിക്കുകയൊക്കെ ചെയ്യണം, ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ നടത്തണം. ഓക്കെ. ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. എക്സ്റ്റൻസ് ഓഫ് നെഗോഷിയേഷൻ ഹൈ ഇൻ ഡാഷ് പർച്ചേസ്. ഏത് പർച്ചേസിലാ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസില് എക്സ്റ്റൻസ് ഓഫ് നെഗോഷിയേഷൻ ഹൈ ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾ ഓർത്താൽ മതി. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അങ്ങനെയല്ലേ, ചെറിയ എമൗണ്ട് ഉള്ളതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ പെട്ടെന്ന് അത് ഇതാ. എന്നാ വലിയ സാധനമാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്. ലീഡ് ടൈം റിക്വയർമെന്റ്, നമുക്ക് അതിന് വേണ്ട ടൈം നോക്കിയേ. ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ്, ക്യാപിറ്റൽ പർച്ചേസിന് വേണ്ടി വരുന്ന ലീഡ് ടൈം എങ്ങനെയാ? അത് കൂടുതലായിരിക്കും. ആൻഡ് ലോ ഇൻ ഓർഡിനറി പർച്ചേസ്, ഓർഡിനറി പർച്ചേസിൽ കുറവായിരിക്കും. നമുക്ക് അത് ആരംഭം മുതൽ അവസാനിക്കുന്നത് വരെയുള്ള എടുക്കുന്ന ടൈം, നമുക്ക് എത്തിക്കുന്നതിന് വേണ്ടി വരുന്ന ടൈമാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ കൂടുതലായിരിക്കും, ഓർഡിനറി പർച്ചേസിൽ കുറവായിരിക്കും. ദെൻ ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ. ചെലവ് എങ്ങനെയാ?
ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ചെലവ് വെരി ഹൈ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹൈ ആയിരിക്കും, ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഹൈ ആയിരിക്കും. ദെൻ ഫോർത്ത് നോക്കിയേ അവൈലബിലിറ്റി ഓഫ് സോഴ്സ്, സോഴ്സിന്റെ ലഭ്യത എങ്ങനെയായിരിക്കും? വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്, ലോ ആയിരിക്കും, സോഴ്സ് കുറവായിരിക്കൂലേ. ചെറിയ ഇതാണ് ഓർഡിനറി പർച്ചേസ് ആണെങ്കിൽ നമ്മൾ കുറെ സോഴ്സുകൾ ഉണ്ടാവാം നമുക്ക്. പക്ഷെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സാധനങ്ങൾ, അതെല്ലാം ഒരുപാട് സോഴ്സ് ഉണ്ടാവില്ല, നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അതാണ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അതിന്റെ ചെലവ് ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ ഹൈ ആയിരിക്കും, ഓർഡിനറി പർച്ചേസിൽ ലോ ആയിരിക്കും. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ സോഴ്സ് കുറവായിരിക്കും. ദെൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് സോഴ്സ് എങ്ങനെയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് കൂടുതൽ സോഴ്സ് ഉണ്ടാവും. ആ ഒരു ഇത് കൂടി നോക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ നോക്കിയത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. എത്രത്തോളം നെഗോഷിയേഷന്റെ ചർച്ച എങ്ങനെ വേണം. ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യണം. ഓർഡിനറി പർച്ചേസിനാണെങ്കിൽ അങ്ങനെ വലിയ ചർച്ചയും കാര്യങ്ങളൊന്നും വേണ്ട. എടുക്കുന്ന ടൈം ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ കൂടുതൽ ടൈം വേണം, ഓർഡിനറി പർച്ചേസിൽ ലോ ആയിരിക്കും. ടൈപ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ, അതിന്റെ ചെലവ് ക്യാപിറ്റലില് മെറ്റീരിയൽസ് വലിയ വിലയുള്ളതല്ലേ, കൂടുതലായിരിക്കും. പിന്നെ സോഴ്സ് അവൈലബിലിറ്റി എങ്ങനെയാ? വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ സോഴ്സ് കുറെ ഉണ്ടാവില്ല, കുറച്ച് ആ സോഴ്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും ഇത് വന്നു. ഇനി അടുത്ത് നോക്കിയേ 3 ways to obtain an item in ഒരു ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ആ മെറ്റീരിയൽ ലഭിക്കുന്ന 3 മാർഗങ്ങളിലൂടെയാണ് നമ്മൾ മെറ്റീരിയൽ. ഓർഡിനറിയിൽ ലോ ആണ്, അതിന്റെ നേരെ ഇതാണ് സോഴ്സ്. നോക്കിയേ, വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ സോഴ്സ് കുറവായിരിക്കും. അപ്പൊ നമ്മള് ഏതാണ്? ഓർഡിനറി പർച്ചേസിൽ സോഴ്സ് കൂടുതലായിരിക്കും, സോഴ്സ് കൂടുതലാണ്. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് തന്നെ, അത് അവിടെ എഴുതിയിട്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ ക്യാപിറ്റൽ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ചിലവ് നമ്മൾ പറഞ്ഞു വെരി ഹൈ ആണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റിൽ വെരി ഹൈ ആണ്, എക്സ്പെൻഡിച്ചർ ഹൈ ആണ്. അപ്പൊ ഓർഡിനറി പർച്ചേസിൽ എക്സ്പെൻഡിച്ചർ കുറവാണ്, ലോ ആണ്. അത്രേ ഉള്ളൂ. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് 3 ways to obtain an item in an organization. ഒരു ഓർഗനൈസേഷനിൽ ഐറ്റംസ് നമുക്ക് കിട്ടുന്നതിനുള്ള 3 മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ഈ മെറ്റീരിയൽസ് കിട്ടാം? ഒന്നാമത്തെ, നമുക്ക് പർച്ചേസിങ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, ഒരു പുതിയ എക്യുപ്മെന്റ് വാങ്ങാം. ഓക്കെ, ഈ മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനിൽ ലഭിക്കുന്നതിന് 3 മാർഗങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേ, പർച്ചേസിങ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്, പുതിയ മെറ്റീരിയൽ വാങ്ങാം, പുതിയ സാധനങ്ങൾ വാങ്ങാം. ഓക്കെ, രണ്ടാമത്തെ പർച്ചേസിങ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, സെക്കൻഡ് ഹാൻഡ് വാങ്ങൂലേ നമ്മൾ ഉപയോഗിച്ച അല്ലെങ്കിൽ പഴയ എക്യുപ്മെന്റ്സ് വാങ്ങാം. ഇപ്പൊ പുതിയത് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ നമുക്ക് യൂസ്ഡ് അല്ലെങ്കിൽ ഓൾഡ് എക്യുപ്മെന്റ് വാങ്ങാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 2 വീലർ എടുക്കണം, പുതിയത് വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ റെഡി ക്യാഷ് ഇല്ല, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ആരുടെങ്കിലും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡിൽ കുറച്ച് എമൗണ്ട് കുറവായിരിക്കുമല്ലോ, പുതിയത് വാങ്ങണേക്കായും എമൗണ്ട് കുറവായിരിക്കും സെക്കൻഡ് ഹാൻഡിൽ, ചിലപ്പോ പകുതി വിലയൊക്കെ കൊടുത്താൽ കിട്ടും. അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങൂലേ? അതേപോലെ തന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ? രണ്ടാമത്തെ പർച്ചേസിങ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്, ഉപയോഗിച്ച അല്ലെങ്കിൽ പഴയ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാം. ബൈ ലീസിങ്. ലീസിങ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഇത് ഇല്ലെങ്കിൽ പാട്ടത്തിനിടാൻ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. നമ്മൾ വീട്ടിൽ ഇപ്പൊ എല്ലാ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിന് നമ്മൾ ടൂൾസ് വാടകയ്ക്ക് എടുക്കാറില്ലേ? മെഷീൻസ് വാടകയ്ക്ക് എടുക്കാറില്ലേ? അതുപോലെ തന്നെ ലീസിങ്, പാട്ടത്തിന് എടുക്കാം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം, അതാണ് ലീസിങ് എന്ന് പറയുന്നത്. അപ്പൊ 3 രീതിയിൽ ഒരു ഹോസ്പിറ്റലില് എക്യുപ്മെന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. കൂടി കഴിഞ്ഞ് നിർത്താം കേട്ടോ. ഏതാണ് പർച്ചേസിങ്? ഒന്നിന് പുതിയ എക്യുപ്മെന്റ് വാങ്ങാം, ഇനി പുതിയത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഡ് എക്യുപ്മെന്റ് വാങ്ങാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് പാട്ടത്തിന് എടുക്കാം അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കാം. ബൈ ലീസിങ്ങിന് എടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നും, എങ്കിൽ കൂടി നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇന്നെടുത്ത അത്രയും
പോർഷൻസ് വായിച്ചു നോക്കുക. നിർബന്ധമാണ്. ക്ലാസ്സിലിരിക്കുമ്പോ ഒക്കെ ഫോളോ ചെയ്ത് പോരുണ്ട്, പക്ഷെ ഒന്ന് വായിക്കുകയും കൂടി ചെയ്താൽ ഓക്കെ ആയി. ഓക്കെ, നമുക്ക് എക്സാമിന് എളുപ്പമായിരിക്കും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഇന്ന് മൺഡേ അല്ല ആയുള്ളൂ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ നമുക്കൊരു കുഞ്ഞ് എക്സാം വെക്കാം മാർക്കറ്റിംഗിന്റെ. കഴിഞ്ഞ ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് റീ എക്സാം ആയിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മളത് നടത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കില്ല. അപ്പൊ എല്ലാവരും വെനസ്ഡേക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഒരു കുഞ്ഞ് എക്സാമിന് തയ്യാറായിട്ട് പോരും. ഒരു 5-6 ക്വസ്റ്റ്യൻസ് മതി. ഓക്കെ, എല്ലാവരും നിങ്ങളൊന്ന് വായിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഇട്ട ക്വസ്റ്റ്യൻസും പ്രിന്റ് നോട്ടൊക്കെ ഒന്ന് വായിച്ചിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ട് വരും കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ നിങ്ങളത് പെൻഡിങ് ആയിട്ട് കിടക്കും. അപ്പൊ ഇതാണെങ്കിലും ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. ഇത്രയും ക്ലാസ്സുകൾ പോരാ, 3 ക്ലാസ്സും കൂടി എന്തായാലും വേണം ഇത് ഒരു ചാപ്റ്റർ തീർക്കാനായിട്ട്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഞ്ഞു ടെസ്റ്റ് പേപ്പറുകൾ എങ്ങനെ ഇടാം. ഓക്കെ അല്ലേ? ഇനി ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഇതിന്റെ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ ഇടാം, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാവരും തേഴ്സ്ഡേക്ക് മാർക്കറ്റിംഗ് പഠിച്ചിട്ട് വരിക. ഓക്കെ അല്ലേ? കോൺഷ്യൻസ് ഒക്കെ എങ്ങനെയാ? ഒത്തിരി ടഫായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഫോളോ ചെയ്ത് പോരുന്നില്ലേ? ചെറുതായിട്ടല്ലേ? ഇത് കട്ട് ചെയ്യണ്ടല്ലേ? ചാപ്റ്റേഴ്സും ഇത്തിരി ലെങ്തിയാണ്. അപ്പൊ നമ്മള് മറ്റതുപോലെ എടുക്കാതെ നിങ്ങളൊന്ന് വായിച്ചുകൂടി നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ, ഇന്ന ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു മാം. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, താങ്ക് യു കേട്ടോ.